Hi friends, I am Ramya George, career expert and life transformation trainer. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണിത്. ഒപ്പം എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ലോ ഓഫ് അട്രാക്ഷൻ വഴി ഒരു കാര്യങ്ങളും ഇന്ന് വരെ നേടിയെടുക്കാൻ സാധിക്കാത്ത ആളുകൾ ഈ കാര്യങ്ങൾ ഇന്നു മുതൽ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നു മുതൽ ചെയ്തു തുടങ്ങാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, എന്താണ് നേടേണ്ടതെന്ന് വ്യക്തമായിട്ട് തീരുമാനിക്കുക. നമ്മളൊരു ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു പ്രൈമറി ഗോൾ തന്നെ ആയിരിക്കണം. അതായത് ഈ ഒരു ലക്ഷ്യം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ലക്ഷ്യങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. അത്രയും സെലക്റ്റീവ് ആയിരിക്കണം നമ്മളുടെ ആഗ്രഹം. ഒരു കാര്യം നമ്മൾ നേടാനായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നേടിയെടുക്കും വരെ വേറൊരാഗ്രഹം നമുക്ക് വേണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാറ്റിമറിച്ചുകൊണ്ടിരുന്നാൽ അവിടെ നമ്മൾ പോലും അറിയാതെ ഒരു എനർജി ബ്ലോക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ സമയമെടുത്ത് തന്നെ വളരെയധികം ആലോചിച്ച് ഒരാഗ്രഹം ഉറപ്പിക്കുക. ഇതാണ് നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, നമ്മുടെ ആഗ്രഹം ഒരു ബുക്കിൽ എഴുതി വെക്കുക. നമുക്ക് നേടേണ്ട കാര്യം നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു അഫർമേഷൻ പോലെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നടന്നു കഴിഞ്ഞു എന്ന് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾ മാത്രം നടക്കുന്നതായിട്ടുള്ള ഒരു അഫർമേഷൻ എഴുതുക. പിന്നീട് ഇത് ആ ബുക്കിൽ തന്നെ നമുക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി എഴുതാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ഒരു അഫർമേഷൻ 11 പ്രാവശ്യമോ 21 അല്ലെങ്കിൽ 55, ഇനി ഏറ്റവും കൂടുതലായിട്ട് ഒരു 108 പ്രാവശ്യമോ ഒക്കെ നമുക്ക് പറയാവുന്നതുമാണ്. തേർഡ് വൺ, വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മുടെ കണ്ണടച്ച് നമ്മുടെ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതായിട്ട് നമ്മുടെ മനസ്സിൽ കാണുക. നമ്മുടെ ആഗ്രഹം അത്ര തീവ്രമാകുന്നോ അല്ലയോ എന്ന് നമുക്ക് വിഷ്വലൈസേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരുപോലെ ദിവസവും വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം വളരെ വേഗം നമുക്ക് നടന്നു കിട്ടും. ഇനി അതല്ല, ഇടയ്ക്കിടെ സങ്കടങ്ങളും ആകുലതകളും ഇവയൊക്കെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ട്രാക്കിലല്ല, വൈബ്രേഷൻ ലെവൽ ലോവർ ലെവലിലായിരിക്കും. എത്രയൊക്കെ ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ നേടാനായി ഒരു ആഗ്രഹം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ സ്വയം സന്തോഷിക്കണം. ഉറങ്ങുന്നതിന് മുൻപും ഉറങ്ങി എണീറ്റ ശേഷവും വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ പരിശ്രമിക്കണം. ഫോർത്ത് വൺ, 100% വിശ്വസിക്കുക. മിക്ക ആളുകൾക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് 100% വിശ്വസിക്കാൻ പറ്റാത്തത്. നമ്മുടെ ആഗ്രഹം അത് എന്ത് തന്നെയായാലും നടന്നിരിക്കുമെന്ന് ആർക്കൊക്കെ 100% വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ അവരിൽ മാത്രമായിരിക്കും മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹം നിരന്തരമായിട്ട് നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നടക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ്. പക്ഷെ അവിടെയുള്ള ഒരു തടസ്സം വിശ്വാസമില്ലായ്മ തന്നെയാണ്. വിശ്വസിക്കുന്നു എന്ന് പുറമേ നമുക്കൊരു തോന്നൽ ഉണ്ടായാലും ഏതെങ്കിലും ഒരു തകർച്ച നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ, നടക്കില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വിശ്വാസമില്ലായ്മ തന്നെയാണ്. നേരെ മറിച്ച് ഈ തകർച്ച എന്നല്ല, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ അതിജീവിക്കും എന്ന ചിന്തയുള്ളവരിൽ 100% വിശ്വാസം ഉണ്ടായിരിക്കും. ഇതേപോലുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. തകർക്കാൻ പല വഴികളും വരും, പല ആളുകളും വരും, പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിലനിർത്തേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം. ഫിഫ്ത്ത് വൺ, ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കാര്യമായി ഒന്നും തന്നെ നേടാനായിട്ട് കഴിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഒരു കീ ആണ്. നമ്മൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും, നമുക്ക് കിട്ടിയിട്ടുള്ള സകല കാര്യങ്ങൾക്കും, അതുപോലെ നേടാനുള്ള കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അതിവേഗം കണക്ട് ആവാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ബെറ്റർ ആകാൻ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
സ്ഥിരമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ആ ആളുകളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളും പല തടസ്സങ്ങളും ഒഴിവാകുന്നത് ഒരു മാജിക് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഫീല് ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നായിരിക്കണം. പറയണം എന്ന് പോലുമില്ല, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് പോലുമില്ല. ആ നിമിഷത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തെ അത്രയും ഫീല് ചെയ്ത് ഒന്ന് ചിന്തിച്ചാൽ പോലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് നിലനിർത്തുന്ന വ്യക്തികൾക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ള വിൽ പവർ ഗ്രാറ്റിറ്റ്യൂഡ് വഴി അവർക്ക് കിട്ടുകയും ചെയ്യും. സിക്സ്ത് വൺ, ലക്ഷ്യം നേടാൻ വേണ്ട ഒരു ആക്ഷൻ നമ്മൾ തന്നെ എടുക്കുക. വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒന്നും നടക്കില്ല. ചിന്തകളിൽ മാത്രം ജീവിക്കുമ്പോൾ ചിന്തകൾ ഒന്നായിരിക്കുകയില്ല. പലതരത്തിലുള്ള ചിന്തകളാൽ ദിവസം തീർക്കുന്ന ആളുകളായിരിക്കും. സ്വപ്നം കാണാൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഒരു ചെറിയ ആക്ഷൻ എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒരു ദിവസം ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പിറ്റേ ദിവസം അതിനേക്കാൾ മികച്ചതായ ഒരു ആക്ഷൻ നമുക്ക് എടുക്കാനായിട്ട് തോന്നും. അങ്ങനെ വരുമ്പോൾ നമുക്കിത് നടക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവും വരികയില്ല. ഒന്നും ചെയ്യാത്തവർ വെറും സ്വപ്നജീവികൾ മാത്രമായി തീരും. ഓരോ ദിവസവും ഓരോ സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഭാഗ്യം ചെയ്ത ആളുകളായി തീരും. അല്ലാത്തവർ അവർ കണ്ട സ്വപ്നം നേടിയെടുത്ത് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ലോജിക് മൈൻഡ് 100% വിശ്വസിക്കും. ഒപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും വിശ്വസിക്കും. ലോജിക് മൈൻഡ് പ്ലസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഈ രണ്ടു പേരും ഒരുമിച്ച് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. സെവൻത് വൺ, യൂണിവേഴ്സൽ സറണ്ടറിങ്. നമ്മുടെ ആഗ്രഹം അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് യൂണിവേഴ്സിനെ കൃത്യമായിട്ട് ഏൽപ്പിക്കുക. കൃത്യമായ സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കും എന്ന ചിന്ത നമ്മളിൽ വളർത്തുക. പേടി, അതേപോലെ തന്നെ ദേഷ്യം, ആകുലത, ഓവർ തിങ്കിങ്, അസൂയ, ഇതെല്ലാം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ മൈൻഡ് എത്രമാത്രം നിഷ്കളങ്കമായിരിക്കുന്നോ അത്രയും വേഗത്തിൽ യൂണിവേഴ്സൽ എനർജിയെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെക്കാൾ അതിശക്തമായ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന ബോധ്യം യൂണിവേഴ്സൽ സറണ്ടറിങ്ങിലൂടെ നമുക്ക് കിട്ടുകയും നടക്കുമോ, നമ്മുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി നമ്മളിൽ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ദിവസവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ഉറങ്ങാനും സാധിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ആളുകളും ഒന്ന് കൃത്യമായി ചെയ്തു നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട്. പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ വീഡിയോകളെല്ലാം കിട്ടുന്നതായിരിക്കും. വീണ്ടും വീണ്ടും ഒരു ബിഗിനേഴ്സ് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഒരു കാര്യവും മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ആളുകൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ ചെയ്യുക. ആത്മാർത്ഥമായി പേടി കൂടാതെ റിസൾട്ട് എപ്പോൾ കിട്ടുമെന്ന ആകുലത ഇല്ലാതെ ആർക്കൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നോ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഒപ്പം നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കാതിരിക്കുക. നാളെ പുതിയൊരു അറിവുമായിട്ട് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.